അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ട്രേഡ് സോൺ. ഇന്ന് ഞാൻ നഴ്സറി സ്കൂൾ ടീച്ചർ PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൊണ്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. എല്ലാവരും കാണുക. കുട്ടികൾക്ക് കളി സാമാനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായും തിട്ടപ്പെടുത്തേണ്ട ഒരു ഘടകമാണ് ഓപ്ഷൻ കൂടിയ വില, ബി ആകർഷത, സി കുട്ടിയുടെ ഇഷ്ടം, ഡി ഗുണമേന്മ. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ഗുണമേന്മ. കുട്ടികൾക്ക് കളി സാമാനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായും തിട്ടപ്പെടുത്തേണ്ട ഒരു ഘടകമാണ് ഗുണമേന്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുഞ്ഞിൻ്റെ ലിംഗം നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഓപ്ഷൻ എ പിതാവിൻ്റേത്, ഓപ്ഷൻ ബി മാതാവിൻ്റേത്, സി മാതാപിതാക്കൾക്ക് തുല്യ പങ്കാണ്, ഡി മാതാപിതാക്കളുടെ കർമ്മഫലമാണ്. ഇതിൽ കറക്റ്റ് ആൻസർ എ പിതാവിൻ്റേതാണ്. കുഞ്ഞിൻ്റെ ലിംഗം നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പിതാവിൻ്റേതാണ്. നെക്സ്റ്റ്, ജനനത്തിന് ശേഷം കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിനുതകുന്ന പ്രധാന ഘടകങ്ങൾ. ജനനത്തിന് ശേഷം കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിന് ഉതകുന്ന പ്രധാന ഘടകങ്ങൾ: എ മാതാപിതാക്കൾ, കുടുംബം, വിദ്യാലയം, ബി ആഹാരം, കൂട്ടുകാർ, പാരമ്പര്യം, സി ആരോഗ്യം, ശീലം, ബുദ്ധി, ഡി ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഇതിൽ കറക്റ്റ് ആൻസർ എ മാതാപിതാക്കൾ, കുടുംബം, വിദ്യാലയം. ജനനത്തിന് ശേഷം കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിനുതകുന്ന പ്രധാന ഘടകങ്ങളാണ് മാതാപിതാക്കൾ, കുടുംബം, വിദ്യാലയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടികളെ പരസ്പരം താരതമ്യപ്പെടുത്തുന്നത്. എ മാതാപിതാക്കൾക്ക് അവലംബിക്കാവുന്ന ഒരു ഉത്തമ മാർഗം, ബി കുട്ടികൾ മാതൃകാപരമായി വളരുവാൻ സഹായിക്കുന്നു, സി വളർച്ചയെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല, ഡി കുട്ടിയുടെ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇതിൽ കറക്റ്റ് ആൻസർ ഡി കുട്ടിയുടെ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. കുട്ടികളെ പരസ്പരം താരതമ്യപ്പെടുത്തുന്നത് കുട്ടിയുടെ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. നെക്സ്റ്റ്, 5 വയസ്സിന് താഴെയുള്ള ശിശുക്കളുടെ വളർച്ചയുടെ തോത് അളക്കുന്നതിന് ഉത്തമമായൊരു ഉപാധി. 5 വയസ്സിന് താഴെയുള്ള ശിശുക്കളുടെ വളർച്ചയുടെ തോത് അളക്കുന്നതിന് ഉത്തമമായൊരു ഉപാധിയാണ് ഹെൽത്ത് കാർഡ്, ബി ബാലൻസ്, സി ഗ്രോത്ത് ചാർട്ട്, ഡി അളവ് ടേപ്പ്. ഇതിൽ കറക്റ്റ് ആൻസർ സി ഗ്രോത്ത് ചാർട്ട്. 5 വയസ്സിന് താഴെയുള്ള ശിശുക്കളുടെ വളർച്ചയുടെ തോത് അളക്കുന്നതിന് ഉത്തമമായൊരു ഉപാധിയാണ് ഗ്രോത്ത് ചാർട്ട്. അടുത്തത്, ശിശുക്കളുടെ ആശയവിനിമയത്തിൻ്റെ ആരംഭം. ശിശുക്കളുടെ ആശയവിനിമയത്തിൻ്റെ ആരംഭം: എ അമ്മ, ബി അച്ഛ, സി ടാറ്റ, ഡി കരച്ചിൽ. ശിശുക്കളുടെ ആശയവിനിമയത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ഡി കരച്ചിലാണ്. ശിശുക്കളുടെ ആശയവിനിമയത്തിൻ്റെ ആരംഭം കരച്ചിലാണ്. അടുത്തത്, കുട്ടികളിൽ ശുചിത്വമില്ലായ്മ കൊണ്ടുണ്ടാവുന്നതും ഏറെ മരണ സാധ്യതയുള്ളതുമായ ഒരു രോഗമാണ്. കുട്ടികളിൽ ശുചിത്വമില്ലായ്മ കൊണ്ടുണ്ടാകുന്നതും ഏറെ മരണ സാധ്യതയുള്ളതുമായ ഒരു രോഗമാണ് വയറിളക്കം. എന്താണ് വയറിളക്കം? കുട്ടികളിൽ ശുചിത്വമില്ലായ്മ കൊണ്ടുണ്ടാകുന്നതും ഏറെ മരണസാധ്യതയുമുള്ളതുമായ ഒരു രോഗമാണ് വയറിളക്കം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജീവകം എ ധാരാളം അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ. എ ഇലക്കറികൾ, ബി മാംസം, സി ധാന്യങ്ങൾ, ഡി പഞ്ചസാര. ജീവകം എ ധാരാളം അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ഇലക്കറികൾ. ജീവകം എ ധാരാളം അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ഇലക്കറികൾ. സാമൂഹ്യക്ഷേമ വകുപ്പിനെ സമൂഹവുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന കണ്ണികൾ. സാമൂഹ്യക്ഷേമ വകുപ്പിനെ സമൂഹവുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന കണ്ണികൾ: എ ഡോക്ടർ, ബി സൂപ്പർവൈസർ, സി DDPO, ഡി അംഗൻവാടി വർക്കർ.
കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി, അംഗൻവാടി വർക്കറാണ്. അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത് സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിലാണ്. അത് നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ ഇതേപോലെ വന്നിരുന്നു. നെക്സ്റ്റ്, ശിശു വിദ്യാഭ്യാസ സ്ഥാപനത്തെ കുട്ടികളുടെ പൂന്തോട്ടം എന്ന് വിശേഷിപ്പിച്ചതാര്? ശിശു വിദ്യാഭ്യാസ സ്ഥാപനത്തെ കുട്ടികളുടെ പൂന്തോട്ടം എന്ന് വിശേഷിപ്പിച്ചതാര്? എ. ഫ്രോബൽ, ബി. മാക്മില്ലൻ സഹോദരിമാർ, സി. ഗാന്ധിജി, ഡി. മോണ്ടിസോറി. ഇതിൽ കറക്റ്റ് ആൻസർ എ. ഫ്രോബലാണ് കുട്ടികളുടെ പൂന്തോട്ടം എന്ന് ശിശു വിദ്യാഭ്യാസ സ്ഥാപനത്തെ വിശേഷിപ്പിച്ചത്. അടുത്ത്, ശിശു വികാസത്തിലുണ്ടാകുന്ന സുപ്രധാന മാറ്റങ്ങൾ അറിയപ്പെടുന്നത്. ശിശു വികാസത്തിലുണ്ടാകുന്ന സുപ്രധാന മാറ്റങ്ങൾ അറിയപ്പെടുന്നത് എ. വളർച്ചയുടെ നാഴികക്കല്ലുകൾ, ബി. വളർച്ചാ പ്രവർത്തനങ്ങൾ, സി. വളർച്ചാ നിർണയം, ഡി. വികാസ തത്വം. അതിൽ കറക്റ്റ് ആൻസർ എ. വളർച്ചയുടെ നാഴികക്കല്ലുകൾ. വളർച്ചയുടെ നാഴികക്കല്ലുകളാണ് ശിശു വികാസത്തിൽ ഉണ്ടാവുന്ന സുപ്രധാന മാറ്റങ്ങൾ അറിയപ്പെടുന്നത്. അടുത്ത്, കുട്ടികളിൽ ക്ഷയരോഗത്തിനുള്ള പ്രതിരോധ കുത്തിവെപ്പ്. കുട്ടികളിൽ ക്ഷയരോഗത്തിനുള്ള പ്രതിരോധ കുത്തിവെപ്പ്. എ. DPT, ബി. BCG, സി. TT, ഡി. OPV. ക്ഷയരോഗത്തിനുള്ള പ്രതിരോധ കുത്തിവെപ്പാണ് BCG. BCG. 13. രക്തവാർച്ച തടയുന്നതിനുള്ള പ്രതിരോധ കുത്തിവെപ്പ്. രക്തവാർച്ച തടയുന്നതിനുള്ള പ്രതിരോധ കുത്തിവെപ്പ് ഒന്ന് ജീവകം ബി. രക്തവാർച്ച തടയുന്നതിനുള്ള പ്രതിരോധ കുത്തിവെപ്പാണ് ഏത് പ്രതിരോധമാണ് കുത്തിവെക്കേണ്ടത്? ജീവകം ബി, ജീവകം ഡി, ജീവകം കെ, ജീവകം എ. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി, ജീവകം കെ ആണ് രക്തവാർച്ച തടയുന്നതിനായി കുത്തിവെക്കേണ്ട ജീവകം പ്രതിരോധ കുത്തിവെപ്പ്. അംഗൻവാടിയിൽ കുട്ടികളെ വ്യക്തമായി മനസ്സിലാക്കുന്നതിനും അവരുടെ കുടുംബാന്തരീക്ഷം പഠിക്കുന്നതിനും സഹായിക്കുന്ന പ്രവർത്തനം എ. അധ്യാപക രക്ഷകർത്താ മീറ്റിംഗ്, ബി. വിദ്യാഭ്യാസ ചർച്ച, സി. ഗൃഹസന്ദർശനം, ഡി. വാർഷികാഘോഷം. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഗൃഹസന്ദർശനമാണ്. അംഗൻവാടിയിൽ കുട്ടികളെ വ്യക്തമായി മനസ്സിലാക്കുന്നതിനും അവരുടെ കുടുംബാന്തരീക്ഷം പഠിക്കുന്നതിനും സഹായിക്കുന്ന പ്രവർത്തനമാണ് ഗൃഹസന്ദർശനം. നെക്സ്റ്റ്, എമിലി എന്ന കഥാപാത്രത്തിലൂടെ ശിശു വിദ്യാഭ്യാസം പ്രചരിപ്പിച്ച വിദ്യാഭ്യാസ ചിന്തകൻ കുമീനിയസ്, ബി. പെസ്റ്റലോസി, സി. ഫ്രോബൽ, ഡി. റൂസോ. എമിലി എന്ന കഥാപാത്രത്തിലൂടെ ശിശു വിദ്യാഭ്യാസം പ്രചരിപ്പിച്ച വിദ്യാഭ്യാസ ചിന്തകനാണ് ഡി. റൂസോ. റൂസോയാണ് എമിലി എന്ന കഥാപാത്രത്തിലൂടെ ശിശു വിദ്യാഭ്യാസം പ്രചരിപ്പിച്ച വിദ്യാഭ്യാസ ചിന്തകൻ. നെക്സ്റ്റ്, കുട്ടികളുടെ ബുദ്ധിവികാസം പല ഘട്ടങ്ങളായി തിരിച്ചറിഞ്ഞ് വിശകലനം ചെയ്ത ശിശുമനഃശാസ്ത്രജ്ഞനാണ് എ. പ്ലേറ്റോ, ബി. ഫ്രോബൽ, സി. പിയാഷെ, ഡി. സോക്രട്ടീസ്. ഇതിൽ കറക്റ്റ് ആൻസർ സി, പിയാഷെ. കുട്ടികളുടെ ബുദ്ധിവികാസം പല ഘട്ടങ്ങളായി തിരിച്ചറിഞ്ഞ് വിശകലനം ചെയ്ത ശിശുമനഃശാസ്ത്രജ്ഞനാണ് പിയാഷെ. നെക്സ്റ്റ്, പോഷകാഹാരക്കുറവ് കൊണ്ട് കുഞ്ഞുങ്ങളിൽ സാധാരണ കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് എ. വിരശല്യം, ബി. പിള്ളവാതം, സി. നിശാന്തത, ഡി. ചിക്കൻ ഗുനിയ. പോഷകാഹാരക്കുറവ് കൊണ്ട് കുഞ്ഞുങ്ങളിൽ കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് ഓപ്ഷൻ സി, നിശാന്തത. നെക്സ്റ്റ്, ജീവകം സി ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥം. ഓപ്ഷൻ എ. പുളിരസമുള്ള പഴങ്ങൾ, ബി. പാല്, സി. മാംസം, ഡി. മത്സ്യം. ഇത് കറക്റ്റ് ആൻസർ എ. പുളിരസമുള്ള പഴങ്ങളാണ് ജീവകം സി ധാരാളം അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥം. ഓറഞ്ച്, അതേപോലെ നെല്ലിക്ക, ഇതൊക്കെ ജീവകം സി ധാരാളം അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാലയത്തിൽ ചേർക്കുമ്പോൾ അത്യാവശ്യം നൽകേണ്ട പ്രമാണം. വിദ്യാലയത്തിൽ ചേർക്കുമ്പോൾ അത്യാവശ്യം നൽകേണ്ട പ്രമാണം എ. ജാതകം, ബി. റേഷൻ കാർഡ്, സി. ജനന സർട്ടിഫിക്കറ്റ്, ഡി. ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഇതിൽ കറക്റ്റ് ആൻസർ സി, ജനന സർട്ടിഫിക്കറ്റ്. വിദ്യാലയത്തിൽ ചേർക്കുമ്പോൾ അത്യാവശ്യം നൽകേണ്ട പ്രമാണമാണ് ജനന സർട്ടിഫിക്കറ്റ്. നെക്സ്റ്റ്, ഡൈഡാറ്റിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ശിശു വിദ്യാഭ്യാസം
പ്രദാനം ചെയ്ത വ്യക്തി? എ ഗാന്ധിജി, ബി ജോൺ ഡൂയി, സി ടാഗോർ, ഡി മോണ്ടിസോറി. കറക്റ്റ് ആൻസർ മോണ്ടിസോറി. ഡൈഡാക്റ്റിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ശിശു വിദ്യാഭ്യാസം പ്രദാനം ചെയ്ത വ്യക്തിയാണ് മോണ്ടിസോറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശിശുക്കളുടെ സാമൂഹ്യ വികാസത്തിന് തുടക്കം കുറിക്കുന്നത്? ശിശുക്കളുടെ സാമൂഹ്യ വികാസത്തിന് തുടക്കം കുറിക്കുന്നത് എ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന്, ബി കുടുംബത്തിൽ നിന്ന്, സി വിദ്യാലയത്തിൽ നിന്ന്, ഡി സമൂഹത്തിൽ നിന്ന്. ശിശുക്കളുടെ സാമൂഹ്യ വികാസത്തിന് തുടക്കം കുറിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. ബി, ഓപ്ഷൻ ബി, കുടുംബത്തിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടിയുടെ നല്ല ഭാവിയെക്കുറിച്ച് മാതാപിതാക്കളുടെ അമിതമായ ഉത്കണ്ഠ കുട്ടിയെ എ മാനസികമായി തളർത്തുന്നു, ബി മിടുക്കനാക്കുന്നു, സി വിചാരിച്ച രീതിയിൽ വളർത്തുവാൻ സഹായിക്കുന്നു, ഡി പ്രശ്നങ്ങൾ നേരിടാൻ പഠിപ്പിക്കുന്നു. കുട്ടിയുടെ നല്ല ഭാവിയെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ അമിതമായ ഉത്കണ്ഠ, ഓപ്ഷൻ എ, കുട്ടിയെ മാനസികമായി തളർത്തുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തയാമിന്റെ അഭാവം മൂലം ഉണ്ടാവുന്ന ഒരു രോഗമാണ്? എ മാലക്കണ്ണ്, ബി സ്കെർവി, ബി സി ബെറിബറി, ഡി ഫ്ലോറോയിഡ്. തയാമിന്റെ അഭാവം മൂലം ഉണ്ടാവുന്ന ഒരു രോഗമാണ് ബെറിബറി. കറക്റ്റ് ആൻസർ സി, ബെറിബറി. അടുത്ത ക്വസ്റ്റ്യൻ. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ്? ജീവകം ഡി, ജീവകം എ, ജീവകം കെ, ജീവകം ഇ. കറക്റ്റ് ആൻസർ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകമാണ് ജീവകം ഡി. നെക്സ്റ്റ്. അമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് ശിശു വിദ്യാഭ്യാസം തുടങ്ങുന്നതെന്ന ആശയത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നത്? ഓപ്ഷൻ എ ഗാന്ധിജി, ബി താരാബായി, സി ടാഗോർ, ഡി മാക്മില്ലൻ സഹോദരിമാർ. ഓപ്ഷൻ എ ഗാന്ധിജിയാണ് അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് ശിശു വിദ്യാഭ്യാസം തുടങ്ങുന്നതെന്ന ആശയത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. നെക്സ്റ്റ്. പ്രീ സ്കൂളിൽ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്? ഓപ്ഷൻ എ എഴുത്തും വായനയ്ക്കും, ബി ഉറക്കത്തിന്, സി കളിയിൽ കൂടിയുള്ള പഠനത്തിന്, ഡി അച്ചടക്കത്തിന്. ഇത് കറക്റ്റ് ആൻസർ സി, കളിയിൽ കൂടിയുള്ള പഠനത്തിനാണ് പ്രീ സ്കൂളിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വികലാംഗരായ കുട്ടികൾ ജനിക്കുന്നത്? എ കുടുംബശാപം കൊണ്ട്, ബി മുൻജന്മ പ്രവൃത്തികൾ കൊണ്ട്, സി പ്രാക് ജന്മാവസ്ഥയിലോ ജനന സമയത്തോ ഉണ്ടാവുന്ന തകരാറ് കൊണ്ട്, ഡി ദാരിദ്ര്യം കൊണ്ട്. ഇതിൽ കറക്റ്റ് ആൻസർ സി, പ്രാക് ജന്മാവസ്ഥയിലോ ജനന സമയത്തോ ഉണ്ടാവുന്ന തകരാറ് കൊണ്ടാണ് വികലാംഗരായ കുട്ടികൾ ജനിക്കുന്നത്. നെക്സ്റ്റ്. ചുവന്ന രക്താണുക്കളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ ജീവകമാണ്? എ ജീവകം സി, ബി ജീവകം ഡി, സി ഫോളിക് ആസിഡ്, ഡി ജീവകം എ. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഫോളിക് ആസിഡ്. ചുവന്ന രക്താണുക്കളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ ജീവകമാണ് ജീവകം സി. ഓപ്ഷൻ സി, ഫോളിക് ആസിഡ്. ചുവന്ന രക്താണുക്കളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ ജീവകമാണ് സി, ഫോളിക് ആസിഡ്. അടുത്തത്. ഡാഷിന് കീഴിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത്? ഇത് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഓപ്ഷൻ എ സ്കേർട്ട്, ഓപ്ഷൻ ബി NCERT, ഓപ്ഷൻ സി സാമൂഹ്യക്ഷേമ വകുപ്പ്, ഡി സാങ്കേതിക വിദ്യാഭ്യാസ കൗൺസിൽ. ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിലാണ് അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ്. ഇന്ദ്രിയ വികാസത്തിൽ കൂടിയുള്ള ശിശു വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയിട്ടുള്ള സ്ഥാപനം? ഓപ്ഷൻ എ കിൻഡർ ഗാർഡൻ, ബി ബാലവാടി, സി മോണ്ടിസോറി, ഡി നഴ്സറി സ്കൂൾ. കറക്റ്റ് ആൻസർ സി ആണ്, മോണ്ടിസോറിയാണ് ഇന്ദ്രിയ വികാസത്തിൽ കൂടിയുള്ള ശിശു വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയിട്ടുള്ള സ്ഥാപനം. കറക്റ്റ് ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന? ഓപ്ഷൻ എ വികാരം പ്രകടിപ്പിക്കുന്ന രീതി പ്രായഭേദമന്യേ ഒരുപോലെയായിരിക്കും. ഓപ്ഷൻ ബി ഭാഷാ വികാസം സാമൂഹിക വികാസത്തെ ഗണ്യമായി ബാധിക്കുന്നില്ല. ഓപ്ഷൻ സി ധാർമ്മിക വികാസം ജനനത്തിന് മുമ്പ് തന്നെ കുട്ടിയിൽ ഉടലെടുക്കുന്നു. ഓപ്ഷൻ ഡി ജനനാനന്തരം മാത്രം ഉടലെടുക്കുന്ന ഒരു വികാസമാണ് സാമൂഹ്യ വികാസം. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ധാർമ്മിക വികാസം ജനനത്തിന് മുമ്പ് തന്നെ കുട്ടിയിൽ ഉടലെടുക്കുന്നു. ധാർമ്മിക വികാസം ജനനത്തിന് മുമ്പ് തന്നെ കുട്ടിയിൽ ഉടലെടുക്കുന്നു. നെക്സ്റ്റ്. ഭാരതത്തിൽ ശിശു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്ര ഏജൻസിയാണ് CSWB, ബി NCERT, സി
യൂണിസെഫ്, ഡി കെയർ. ഭാരതത്തിൽ ശിശുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്ര ഏജൻസിയാണ്. ഇതിൽ കറക്റ്റ് ആൻസർ ബി NCERT. NCERT ആണ് ശിശുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്ര ഏജൻസി. നെക്സ്റ്റ്, 3 വയസ്സുള്ള ആരോഗ്യമുള്ള കുട്ടികളിൽ കാണുന്ന വിക്ക്. എ മാനസിക പ്രശ്നമാണ്, ബി ശരീരം ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ടാണ്, സി സ്നേഹം ലഭിക്കാത്തത് കൊണ്ടാണ്, ഡി വളർച്ചയുടെ ഭാഗം മാത്രമാണ്. ഇതിൽ കറക്റ്റ് ആൻസർ ഡി ആണ്, വളർച്ചയുടെ ഭാഗം മാത്രമാണ്. 3 വയസ്സുള്ള ആരോഗ്യമുള്ള കുട്ടികളിൽ കാണുന്ന വിക്ക് വളർച്ചയുടെ ഭാഗം മാത്രമാണ്. അടുത്തത്, ഭാരതത്തിലെ ഗർഭിണികളിൽ കൂടുതലായി കണ്ടുവരുന്നൊരു അസുഖമാണ്. എ അനീമിയ, ബി കണ, സി ക്ഷയം, ഡി വയറിളക്കം. ഭാരതത്തിലെ ഗർഭിണികളിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഓപ്ഷൻ എ അനീമിയാണ്. ഭാരതത്തിലെ ഗർഭിണികളിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു അസുഖം. നെക്സ്റ്റ്, കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായ ഘടകമാണ് ഓപ്ഷൻ എ ശരിയായ ആഹാരം, ബി കളിസാമാനങ്ങൾ, സി സ്നേഹവും അംഗീകാരവും, ഡി വ്യായാമം. കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഓപ്ഷൻ സി സ്നേഹവും അംഗീകാരവും. ഓപ്ഷൻ സി ആണ് കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, സ്നേഹവും അംഗീകാരവും. കളി കുട്ടികളിൽ ഓപ്ഷൻ എ അലസത ഉണർത്തുന്നു, ബി ക്ഷീണമുണ്ടാക്കുന്നു, സി ഔഷധത്തിന്റെ ഗുണം ചെയ്യുന്നു, ഡി പഠിത്തത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നു. കളി കുട്ടികളിൽ ഇതിൽ കറക്റ്റ് ആൻസർ സി ഔഷധത്തിന്റെ ഗുണം ചെയ്യുന്നു. ഔഷധത്തിന്റെ ഗുണം ചെയ്യുന്നു എന്നാണ് കളി കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഗുണം. നെക്സ്റ്റ്, ഒരു വ്യക്തിക്ക് ഡാഷ് വയസ്സാകുമ്പോൾ തലച്ചോറിന്റെ വളർച്ച 100% പൂർത്തിയാകുന്നു. ഒരു വ്യക്തിക്ക് ഡാഷ് വയസ്സാകുമ്പോൾ തലച്ചോറിന്റെ വളർച്ച 100% പൂർത്തിയാകുന്നു. ഓപ്ഷൻ എ 20, ബി 16, സി 25, ഡി 50. ഇതിൽ ഓപ്ഷൻ ബി ആണ് 16. ഒരു വ്യക്തിക്ക് 16 വയസ്സാകുമ്പോൾ തലച്ചോറിന്റെ വളർച്ച 100% പൂർത്തിയാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തികളിൽ ഉണ്ടാവുന്ന ഗുണാത്മകവും പുരോഗമനപരവുമായ മാറ്റങ്ങളാണ് എ ആരോഗ്യം, ബി വികാസം, സി പരിപക്വത, ഡി പുരോഗതി. കറക്റ്റ് ആൻസർ ബി വികാസം. വികാസമാണ് വ്യക്തികളിൽ ഉണ്ടാവുന്ന ഗുണാത്മകവും പുരോഗമനപരവുമായ മാറ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വളരുമ്പോൾ ഒരു വ്യക്തിയിൽ ഏതുതരം വികാരങ്ങൾ മുന്നിട്ടു നിൽക്കുന്നു എന്നതിന് പ്രധാന ഉത്തരവാദിത്വം ഡാഷ് ആണ്. വളരുമ്പോൾ ഒരു വ്യക്തിയിൽ ഏതുതരം വികാരങ്ങൾ മുന്നിട്ടു നിൽക്കുന്നു എന്നതിന് പ്രധാന ഉത്തരവാദിത്വം ഡാഷ് ആണ്. ഓപ്ഷൻ എ കുട്ടികൾ, ബി ബുദ്ധിശക്തി, സി മുതിർന്നവർ, ഡി കൂട്ടുകാർ. കറക്റ്റ് ആൻസർ ബി ബുദ്ധിശക്തി. ബുദ്ധിശക്തിക്കാണ് പ്രധാന ഉത്തരവാദിത്വം. അടുത്ത ക്വസ്റ്റ്യൻ, ബീജാങ്കുരണ ഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് ഗർഭകാലത്തെ ഏതു ദിവസങ്ങളെയാണ്? ആദ്യത്തെ 2 ആഴ്ച, ഓപ്ഷൻ ബി 2 മുതൽ 8 ആഴ്ച വരെ, ഓപ്ഷൻ സി 2-ാം മാസാന്ത്യം മുതൽ പ്രസവം വരെ, ഓപ്ഷൻ ഡി 16 മുതൽ 24 ആഴ്ച വരെ. ബീജാങ്കുരണ ഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് ഗർഭകാലത്തെ ഏതു ദിവസങ്ങളെയാണ്? ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആദ്യത്തെ 2 ആഴ്ചയാണ് ബീജാങ്കുരണ ഘട്ടമെന്ന് വിശേഷിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓരോ മനുഷ്യകോശങ്ങളിലും അടങ്ങിയിരിക്കുന്ന ക്രോമോസോമുകളുടെ എണ്ണം എ 23, ബി 21, സി 46, ഡി 44. ഇതിൽ കറക്റ്റ് ആൻസർ സി 46. ഓരോ മനുഷ്യ കോശങ്ങളിലും അടങ്ങിയിരിക്കുന്ന ക്രോമോസോമുകളുടെ എണ്ണം 46. വയറിളക്കം ബാധിച്ച കുഞ്ഞിന് ഓപ്ഷൻ എ ആഹാരം കൊടുക്കരുത്, ബി മുലപ്പാൽ ഒഴിവാക്കുക,
സി ധാരാളം പാനീയം നൽകുക, ഡി പാനീയം പാടെ ഒഴിവാക്കുക. വയറിളക്കം ബാധിച്ച കുഞ്ഞിന് ഓപ്ഷൻ എ ആഹാരം കൊടുക്കരുത്, ബി മുലപ്പാൽ ഒഴിവാക്കുക, സി ധാരാളം പാനീയം കൊടുക്കുക, ഡി പാനീയം പാടെ ഒഴിവാക്കുക. ഇതിൽ കറക്റ്റ് ആൻസർ ബി മുലപ്പാൽ ഒഴിവാക്കുക. പ്രീ പ്രൈമറി കെട്ടിടത്തിൽ ഓരോ കുട്ടിക്കും കുറഞ്ഞത് ഡാഷ് ചതുരശ്ര അടി അകത്തും ഡാഷ് ചതുരശ്ര അടി പുറത്തും സ്ഥലം വേണം. ഓപ്ഷൻ എ 20-50, ഓപ്ഷൻ ബി 50-100, ഓപ്ഷൻ സി 10-20, ഡി 30-80. ഇത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 30-80. പ്രീ പ്രൈമറി കെട്ടിടത്തിലെ ഓരോ കുട്ടിക്കും കുറഞ്ഞത് 30 അടി ചതുരശ്ര അടി അകത്തും 50 അടി ചതുരശ്ര അടി പുറത്തുമായി സ്ഥലം വേണം. പ്രീ സ്കൂളിൽ പലതരം റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടതിന്റെ പ്രധാന ആവശ്യം എ ഭരണാധികാരികളെ തൃപ്തിപ്പെടുത്തുന്നതിന്, പ്രീ സ്കൂളിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിറവേറ്റുന്നതിന്, സി മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തുന്നതിന്, ഡി കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്. ഇതിൽ കറക്റ്റ് ആൻസർ ബി പ്രീ സ്കൂളിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിറവേറ്റുന്നതിന്. പ്രീ സ്കൂളിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിറവേറ്റുന്നതിനാണ് പലതരം റെക്കോർഡുകൾ പ്രീ സ്കൂളിൽ സൂക്ഷിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതു തരം സ്ഥലമാണ് പ്രീ പ്രൈമറി ക്ലാസുകൾ നടത്തുന്നതിന് അനുയോജ്യമായത്? ഓപ്ഷൻ എ നഗരമധ്യത്തിൽ, ബി അധ്യാപികയുടെ വീടിനടുത്ത്, സി തുറസായതും ധാരാളം കാറ്റും വെളിച്ചവുമുള്ള സ്ഥലത്ത്, ഡി റോഡരികിൽ. ഇതിൽ കറക്റ്റ് ആൻസർ സി തുറസായതും ധാരാളം കാറ്റും വെളിച്ചവുമുള്ള സ്ഥലത്താണ് പ്രീ പ്രൈമറി ക്ലാസുകൾ നടത്തേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാരതത്തിൽ ജനിക്കുന്ന പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിന്റെ ശരാശരി ജനന തൂക്കം? ഓപ്ഷൻ എ 3.5, 4.5 കിലോഗ്രാം, 1.5 ഓർ 2 കിലോഗ്രാം, 2.5 ഓർ 3.5 കിലോഗ്രാം, 4 ഓർ 4.5 കിലോഗ്രാം. ഭാരതത്തിൽ ജനിക്കുന്ന പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിന്റെ തൂക്കം ശരാശരി ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 2.5 ഓർ 3.5 കിലോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാഗ് ജന്മഘട്ടം സാധാരണയായി എത്ര ദിവസങ്ങളായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ 280, ഓപ്ഷൻ ബി 300, ഓപ്ഷൻ സി 240, ഓപ്ഷൻ ഡി 270. പ്രാഗ് ജന്മഘട്ടം സാധാരണയായി എത്ര ദിവസങ്ങളായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു? ഇതിൽ കറക്റ്റ് ആൻസർ എ 280. 280 ആണ് പ്രാഗ് ജന്മകാലഘട്ടം സാധാരണയായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പദ്ധതി പ്രകാരം ഭാരതത്തിലെ 5 വയസ്സിന് താഴെയുള്ള ഓരോ കുഞ്ഞിനും 2 ഡോസ് OPV ദേശീയ പ്രതിരോധ ദിവസങ്ങളിൽ നൽകുന്നു. ഓപ്ഷൻ എ ICDS, ഓപ്ഷൻ ബി PPI പൾസ് പോളിയോ, ഓപ്ഷൻ സി DTP, ഓപ്ഷൻ ബി BCG. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. PPI പൾസ് പോളിയോ ആണ് 5 വയസ്സിന് താഴെയുള്ള ഓരോ കുഞ്ഞിനും 2 ഡോസ് വീതം നൽകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഔപചാരിക വിദ്യാഭ്യാസം 5 വയസ്സിന് മുമ്പ് ഒഴിവാക്കണം. കാരണം ഓപ്ഷൻ എ ശിശുക്കൾക്ക് വേണ്ടത്ര ശാരീരിക മാനസിക പക്വത ലഭിച്ചിട്ടില്ല. തെറ്റായ ഔപചാരിക വിദ്യാഭ്യാസം 3 വയസ്സിൽ തുടങ്ങാവുന്നതാണ്. വിദ്യാഭ്യാസം എപ്പോഴും ഔപചാരികമാണ്, ഒന്നും പഠിപ്പിക്കേണ്ടതില്ല. അതിൽ കറക്റ്റ് ആൻസർ എ ശിശുക്കൾക്ക് വേണ്ടത്ര ശാരീരിക മാനസിക പക്വത ലഭിച്ചിട്ടില്ല. ശിശുക്കൾക്ക് വേണ്ടത്ര ശാരീരിക മാനസിക പക്വത ലഭിക്കാത്തത് കൊണ്ടാണ് ഔപചാരിക വിദ്യാഭ്യാസം ഒഴിവാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ശിശുവിൽ കാണുന്ന ആകെ പാൽപ്പല്ലുകളുടെ എണ്ണം? ഒരു ശിശുവിൽ കാണുന്ന ആകെ പാൽപ്പല്ലുകളുടെ എണ്ണം?
ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 18, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 9. ഒരു ശിശുവിൽ കാണുന്ന ആകെ പാൽപ്പല്ലുകളുടെ എണ്ണം ഓപ്ഷൻ എ 20. ആകെ പാൽപ്പല്ലുകളുടെ എണ്ണം 20 ആണ്. ഇതിൽ 50 വീഡിയോ ആണ് 50 ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രീ പ്രൈമറിക്ക് അപ്ലൈ ചെയ്ത എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യനുമായി അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ.